സ്ത്രീകളെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നത് വളരെ അബലകൾ എന്നാണ്. പാവങ്ങൾ, ദുർബലകൾ, ഇരകൾ. പക്ഷേ ഈ 2007 തൊട്ട് ഞാൻ ജയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഇന്നും മനസ്സിൽ മാറാത്ത ഒരു രൂപമുണ്ട്. വളരെ കൂളായിട്ടാണ് അവരെൻ്റെ അടുത്ത് അവരുടെ ക്രൈമിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഹസ്ബൻഡിൻ്റെ അനിയത്തിയുമായിട്ട് പിണങ്ങിയിട്ട് അവരുടെ കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് കൊന്നു. അപ്പം അതുപോലെ തന്നെ ഡോക്ടർ ഓമന, അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇഞ്ചക്ഷൻ വെച്ച് കൊന്നിട്ട് ആ ഡെഡ് ബോഡി തൊലി നീക്കി പീസാക്കി ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ മാംസപിണ്ഡങ്ങൾ പല സ്ഥലത്താക്കി ഡംപ് ചെയ്യും അല്ലേ. ജോളി അതും അങ്ങനെ ഒരു എന്താ നമ്മൾ അവരൊക്കെ പറയാം, സൈക്കോപ്പത്താണോ സോഷ്യോപ്പത്താണോ അതോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവരിത് ഡെവലപ്ഡ് ആവുന്നത്? ഇങ്ങനൊരു ക്രിമിനൽ വ്യക്തിത്വം എങ്ങനെയാണ് ഡെവലപ്ഡ് ആവുന്നത്? മേ ബി ചിലപ്പോൾ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും കൊണ്ടാവാം. സയൻറ്റിഫിക്കലി പറയാൻ ഞാൻ ആളല്ല, അതൊരു സൈക്യാട്രിസ്റ്റ് പറയേണ്ട കാര്യമാണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കൈക്കുഞ്ഞായി ജനിക്കുന്ന, ഞാനിപ്പോൾ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, ജനിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് ഒരു ക്രൈമിലോട്ട് എത്തിപ്പെടുന്നത്? ഡോക്ടർ ഓമന മുതൽ ഗ്രീഷ്മ, പിന്നെ അല്ലേ എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. പുരുഷന്മാരവിടെ നിൽക്കട്ടെ, സ്ത്രീകളെ, ഇതിൽ എത്ര പേര് ഇങ്ങനത്തെ ക്രൈം ചെയ്ത് ജയിലിനകത്ത്? പക്ഷെ ക്രൈം എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ കൊലപാതകം മാത്രമല്ല, ഇമോഷണൽ ടോർച്ചറിങ് ഉണ്ട്. ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് പറ്റും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലെ സൈക്കോപ്പത്ത് ആണ്. അല്ലെങ്കിൽ അതൊരു നാർസിസ്റ്റിക് വ്യക്തിത്വം എന്നൊന്നും പറഞ്ഞ് വെറുതെ എഴുതള്ളാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ മേധാവിയായിട്ടിരിക്കുമോ, താഴെയുള്ള സബോർഡിനേറ്റ്സിനെയൊക്കെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളതിൻ്റെ പല എവിഡൻസ് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ടീനേജിലാണ് കുട്ടികളെ നമ്മൾ വാർത്തെടുക്കേണ്ടത്, ഒരു ക്രിമിനൽ അല്ലാതാക്കി മാറ്റിയെടുക്കേണ്ടത്. അതിന് മാതാപിതാക്കളെക്കാളും കൂടുതലായിട്ട് അധ്യാപകർക്ക് റോളുണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ കുട്ടികളുടെ തെറ്റുകളും കൂടി അക്സെപ്റ്റ് ചെയ്യണം. എല്ലാം തികഞ്ഞിരിക്കുന്നവരെ മാത്രമേ, എല്ലാം തികഞ്ഞ കുട്ടികളെ നല്ല പഠിപ്പും അച്ചടക്കം, സോ കോൾഡ് സ്കൂളിൻ്റെ രീതി അനുസരിച്ച് വരുന്ന കുട്ടികളെ മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ എന്നുള്ള ആ ഒരു ചിന്താഗതി വിട്ടിട്ട് കുട്ടികളെ കുട്ടികളായിട്ട് കണ്ട് അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച അധ്യാപകരുമായിട്ട് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ ടീമായിട്ട്. താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം.